guys, welcome to my new video. So, നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. സോ ഗെറ്റ് റെഡി. നമുക്കിന്നൊന്നും ചെയ്യാനായിട്ടില്ല, കുറച്ച് വർക്കുണ്ട്, അതൊക്കെ പെട്ടെന്ന് തീരും. സോ ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇവിടെ സമയം 6:50, നാട്ടിലെ സമയം 6:50, 8, 9 സംതിങ് 9:25 തോന്നുന്നു. ഐ ഡോണ്ട് നോ. സോ വെൽക്കം ടു ദ ഫസ്റ്റ് ഡേ ഓഫ് ഖത്തർ. ഞാൻ ദോഹയിലാണുള്ളത്, നജ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആൻഡ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്കൊന്ന് റെഡി ആവാം. ഹലോ ഗായ്സ്, വെൽക്കം. സോ ഇന്നത്തെ വീഡിയോയിൽ ഡേ 1 ആണ്. സോ നമ്മൾ ഐ വിൽ ഷോ യു ഹൗ ദോഹ ഖത്തർ വിൽ ബി ഇൻ നൈറ്റ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് വോക്കാണ്. വെസ്റ്റ് വോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മോളാണ്. ഖത്തറിൻ്റെ ഹൃദയഭാഗമായ അൽവാബിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 4,83,000 റെസിഡൻസ് ആണ്. അതിൽ തന്നെ ഒരു 160 ഷോപ്സ് ഉണ്ട്. പിന്നെ അതിൽ തന്നെ 3,700 എംപ്ലോയീസ് ഉണ്ട്. സോ അതുപോലെ ലാർജാണിത്. ഒരേ സമയം 160ഓളം ഷോപ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ വെസ്റ്റ് വോക്ക് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ 13,700 വിസിറ്റേഴ്സ് ഒരു ദിവസം ഈ ഷോപ്സിലെല്ലാം വരുന്നുണ്ട്. ആക്ച്വലി വെസ്റ്റ് വോക്കിലേക്ക് വരാൻ നല്ല എളുപ്പമാണ്. ദോഹയിൽ തന്നെ മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്. മെട്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ആൻഡ് ഇറ്റ്സ് വെരി ഈസി വെൻ വി ആർ യൂസിങ് ദ മെട്രോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, നമ്മൾ അകത്തേക്ക് കയറി. എൻട്രൻസ് ഒക്കെ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ മോൾസ് ഒന്നും കാണാത്തതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമല്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അവരുടെ വൃത്തിയാണ്. ഞാൻ വന്നതിൽ മുതൽ കണ്ട ഒരു കാര്യമാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒന്നും കൂട്ടിയിടുന്നൊന്നുമില്ല. വൃത്തികേടായ അപ്പം തന്നെ വൃത്തിയാക്കുക, അങ്ങനെ വൃത്തികേടാകുന്നില്ല. അങ്ങനെ ഞാൻ ആ മോളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഈ സൈഡിൽ കണ്ട ലേഡീനെയാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട ലേഡീനെ. ആ ലേഡിയുടെ ഹെയർ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലാസ് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കുറേ ഡൈനിങ് ഏരിയാസ് ഉണ്ട്. ആക്ച്വലി അതൊക്കെ പ്രിറ്റി മച്ച് എക്സ്പെൻസീവാണ്. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇരുന്നില്ല. ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾ ഒരിക്കലും ഈ സൈഡ് മിസ് ചെയ്യരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഖത്തറിലുള്ള എല്ലാ ഷെയ്ക്സിനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഓരോ സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ ആരും വിചാരിക്കേണ്ട, ബിക്കോസ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് അല്ലാത്തൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് വെക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ വികസനം, ഡെവലപ്മെൻറ്റ്സ് ഭയങ്കര അമേസിങ് ആണ്. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് സത്യമായിട്ടും. സത്യം പറഞ്ഞാൽ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ലക്ഷറി ലൈഫിന് പറ്റിയ സ്ഥലമാണ് ഖത്തർ. ഖത്തർ മാത്രമല്ല, ദുബായും അതെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കംപ്ലീറ്റ്സ് ഷെയ്ക്സ് ആണെന്ന്. സോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അവരുടെ ഫോട്ടോ, അവരുടെ ലേഡീസിൻ്റെ ഫോട്ടോ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്, അതവർ കണ്ടിട്ടുണ്ട്, അതവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഗോണ പേ ഫോർ ഇറ്റ്, ബിക്കോസ് ഭയങ്കര ഡേഞ്ചറാണ്. സോ അതുകൊണ്ടാണ് എൻ്റെ പല ഫ്രെയിമിലും റൂഫ് മാത്രം ഞാൻ കാണിക്കുന്നത്, ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ മോളിൻ്റെ സൈഡിൽ ലൈക്ക് സ്റ്റാർസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ നേരെ പോയത് ടോർച്ച് ടവർ കാണാനാണ്. ഈ ടവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെ ഏത് മൂലയിൽ പോയാലും നമുക്ക് ഈ ടവർ കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 1,65,000 LEDs ആണ് ഇതിന് ഗ്ലോ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 130 മീറ്റർ ആണ്. അതുമാത്രമല്ല, ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് എക്സ്റ്റേണൽ 360 സ്ക്രീനുള്ള ടവർ. ഇതിൻ്റെ 47th ഫ്ലോറിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് 360 ഡിഗ്രിയിൽ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 19 മിനിറ്റ്സ് സീറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്കൊരു 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ച് എക്സ്പെൻസീവാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മോളുണ്ട്, നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ മോളിൻ്റെ പേരാണ് വിലാജിയോ. വിലാജിയോ എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ലൈക്ക് ഒരു യൂറോപ്പ് സ്റ്റൈലിൽ പോലെ എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, ഇതിൻ്റെ റൂഫിൽ പെയിൻറ്റിങ്സ് ആണ്. ഒരു ബ്ലൂ സ്കൈ വിത്ത് വൈറ്റ് ക്ലൗഡ്സിൻ്റെ ഒരു ഇതിലുള്ള പെയിൻറ്റിങ്സ് ആണ്. ഇതിൻ്റെ പിക്ചേഴ്സ് ഞാൻ നാട്ടിൽ വെച്ച് കണ്ടിരുന്നു, പക്ഷേ എനിക്കറിയില്ല ഇത് പെയിൻറ്റിങ്സ് ആണെന്നുള്ള കാര്യം. ഞാൻ അവിടെ ചെന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് എ പെയിൻറ്റിങ്. റൂഫ് പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ഭയങ്കര ബ്രൈറ്റാണ്. അവിടെ എത്ര രാത്രി ആയാലും നമുക്കവിടെ പകലാണെന്നുള്ള ഒരു
ഒരു ഫീലാണ് കിട്ടുന്നത്. അത് മാത്രമല്ല അവിടെ ഒരു ബോട്ടിൽ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വരികയൊക്കെ ചെയ്യാം. അതൊക്കെ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെയ്യാത്തത്. നല്ല ബ്ലൂ കളറിലുള്ള വാട്ടറാണ്. വാട്ടർ ഇസ് നോട്ട് ബ്ലൂ. അവിടെ കൊടുത്തിരിക്കുന്ന ആ പൂളല്ല, ഒരു റിവർ പോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈലിട്ടിരിക്കുന്ന ബ്ലൂ കളർ ആയതുകൊണ്ട് സോ ദ വാട്ടർ ഓൾസോ റിഫ്ലെക്ട്സ് എസ് എ ബ്ലൂ കളർ. ആൻഡ് വെരി നൈസ്, വെരി ഗുഡ് പ്ലേസ്, നല്ലൊരു പോസിറ്റീവ് വൈബ്. അതുമാത്രമല്ല ഒരു ചിൽനെസ് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ. എപ്പോഴും നമുക്കൊരു ക്ലിയർ സ്കൈ കാണുമ്പോൾ കിട്ടുന്ന ഒരു പീസ്ഫുൾനെസ് ഇല്ലേ, അതുപോലെ. പിന്നെയും അവിടെയും നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെ വീക്കെൻഡിൽ മാത്രമല്ല, വീക്കെൻഡിൽ ഇതിലും ക്രൗഡഡ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ വീക്കെൻഡിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓൾമോസ്റ്റ് എല്ലാ ഈവനിങ്സും എല്ലാവരും പുറത്തിറങ്ങുന്ന സമയം, പകലൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കാം. ഇവിടെയും ഒരു തീം പാർക്ക് പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഉള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നിയത് നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും, എന്തെങ്കിലും റൈഡിൽ കയറാനാണെങ്കിലും, എന്തെങ്കിലും മേടിക്കാനാണെങ്കിലും എനിക്കത് ഒട്ടും വേർത്തായിട്ട് തോന്നിയതുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് സൈറ്റ് സീയിങ് മാത്രം, അതിൽ മാത്രം ഞാൻ ഒതുക്കി. പിന്നെ ഞാനും ഭയങ്കര ടയേർഡായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചൂടുള്ളൊരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ചൂടും പൊടിയും ആകെ ബഹളവും ആകെ വയ്യാണ്ടായിപ്പോയി ഞാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് റൂമിൽ വന്ന് കിടന്നാൽ മതി എന്നുള്ള ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെല്ലാം വൈൻഡപ്പ് ചെയ്ത് ഇന്നത്തെ വീഡിയോസ് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോന്നപ്പോഴാണ് ഈ ഫ്ലവേഴ്സ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ കളറിലുള്ള ഫ്ലവേഴ്സ്. ഇങ്ങനെ ചെറി ബ്ലോസം, ലാവൻഡർ, അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാതെ വിടുകയില്ല. പിന്നെ ഈ ഫ്ലവേഴ്സ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലെ ഇൻറ്റീരിയർ, എൻ്റെ പൊന്നോ, അത് വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മൾ കാറിൽ കയറി നമ്മൾ ടോർച്ച് ടവറിന് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോകുന്നു. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇങ്ങനെ റൗണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ. 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. വെയിറ്റ് ഫോർ ദ പാർട്ട് 3 കഥ വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.